ഹായ്, ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു നാൻകട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഖലീഫ നാൻകട്ടായിയാണ്. ദിവാലി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എന്നാൽ പിന്നെ തുടങ്ങാമല്ലേ? കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ദിവാലിക്ക് എന്താ പറയുക, ദിവാലി വരുന്നതിന് മുമ്പേ ചെയ്തെടുത്ത വീഡിയോ ആണ്. എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പോസ്റ്റ് ആവുമെന്ന് കരുതി കേട്ടോ. കാരണം ഇത് നാൻകട്ടായിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലേ. അപ്പോൾ ഇത് വല്ലപ്പോഴും ഒക്കെ നമുക്കിത് വീട്ടിൽ ചെയ്ത് കഴിക്കാമല്ലോ. ഇത് സ്പെഷ്യലായിട്ടുള്ള നാൻകട്ടായിയാണ്. ഖലീഫ നാൻകട്ടായി എന്നാണ് പേര് കേട്ടോ. ഇത് വന്നിട്ട് പാകിസ്ഥാനിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു നാൻകട്ടായിയാണ്. ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നമ്മുടെ സാധാ നാൻകട്ടായി തന്നെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് ബദാമാണ്. റോസ്റ്റഡ് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് വന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് മെൽറ്റഡ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മൈദാമാവ്, കടലമാവ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ കുറച്ച് ഒരു നുള്ളു ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഈ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കത് എന്താ പറയുക, ഭയങ്കര കട്ടിയാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റഡ് തന്നെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ബദാമും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൈ കൊണ്ടാണ് ഞാനിവിടെ റോൾ ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് കട്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നല്ല ഷേപ്പിലൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് തന്നെയാണ് എളുപ്പം കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ഈ ഒരു എന്താ പറയുക വലിപ്പത്തിൽ നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് എന്താ പറയുക നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത് കേട്ടോ. 180 ഡിഗ്രിയിൽ എനിക്കൊരു 20 to 25 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം എഗ് യോക്ക് കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എഗ് യോക്കാണ്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നാൻകട്ടായി നമ്മൾ സാധാ നാൻകട്ടായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്ന് തോന്നുന്നു. എഗ് ബാഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേ ഉള്ളൂ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടത്. ഇവിടെ നാൻകട്ടായി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ആ മുകളിൽ നമ്മൾ ആ എഗ് ബാഷ് ചെയ്തത് നമുക്ക് ബേക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, അതായത് വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ മുകളിലുള്ള ആ ഒരു ഭാഗം ബ്രൗൺ കളറിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ബേക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. പക്ഷേ എടുത്ത് വെച്ചതിന് ശേഷം ഉടനെ എടുക്കരുത്, അത് നല്ല പൊടിഞ്ഞു പോകാൻ ഇതുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ നാൻകട്ടായി എടുക്കാവുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ. അപ്പോൾ ഇവിടെ നാൻകട്ടായി എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാനൊരു ബദാമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കാൻ അടിപൊളിയാണ് കേസ്.